അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേർഡ് റൈസ് ആണ്. എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേർഡ് റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. ഈ ഒരു തൈര് സാദം അല്ലെങ്കിൽ കേർഡ് റൈസ് എന്ന് പറയുന്നത് തമിഴ്സിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. എല്ലാവർക്കും അറിയാം. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് വയറ് ഫില്ലാവും. ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാം. കേർഡ് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കൊണ്ടാട്ട മുളക് ഇട്ട് കൊടുക്കാം. കൊണ്ടാട്ട മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല. തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി മിക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് റൈസ് ആദ്യം മിക്സ് ചെയ്യാം. റൈസ് ഇട്ടു. റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് തൈരൊഴിക്കാം. അധികം പുളിയില്ലാത്ത തൈരൊഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് കിസ്മിസൊക്കെ ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ. ഇതിപ്പോൾ നോർമൽ ഈസി പീസി കേർഡ് റൈസാണ്. അപ്പോൾ നമുക്ക് അത്രയും ആർഭാടായിട്ടൊന്നും വേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തൈര് സാധനം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടാൽ മാത്രം പോരെ, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോയാൽ വളരെ ഉപകാരം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നാരങ്ങ അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കായം. മിക്സ് ചെയ്യാം. നമ്മുടെ തൈര് സാദം റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ 2-3 കിസ്മിസ് കൂടെ ചേർക്കാം. ഒരു ചെറിയൊരു മധുരവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ഒരു ദിവസം നമുക്ക് എന്താ പറയുക, പെട്ടെന്നുണ്ടാക്കാം ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത്. അങ്ങനെ സിമ്പിൾ കേർഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് ലെമൺ പിക്കിളാണ്. അപ്പോൾ ലെമൺ പിക്കിളും കൂട്ടി നിങ്ങളൊരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.